രാഹുൽ സദാശിവൻ എന്ന് പറഞ്ഞ സംവിധായകൻ DF ഇറ എന്ന ചിത്രവുമായിട്ട് വരുമ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ്. പ്രത്യേകിച്ച് ഹൊറർ ചിത്രങ്ങളെല്ലാം നമുക്ക് ഭയങ്കര താല്പര്യമായിട്ട്, പ്രേതകഥയാണെന്നൊക്കെ പറയുമ്പോഴത്തേന് അത് താല്പര്യത്തോടെ കാത്തിരിക്കുകയാണ്. ഒക്ടോബർ 31 ഈ ചിത്രം റിലീസ് ആകുന്നത്. ഇന്ന് ഇതിൻ്റെ ഒരു ട്രെയിലർ വന്നു. ടീസറും ട്രെയിലറും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല, എന്താണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് യാതൊരു രക്ഷയില്ല. പക്ഷേ പ്രണവിൻ്റെ ലുക്കുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ചെറുക്കൻ കൊല്ലത്തിലൊരു ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കുന്നത്, എന്നിട്ട് ഇവനങ്ങ് മല കയറാൻ പോവുകയാണ്. അതിനുശേഷം വന്നൊരു ചിത്രത്തിൽ അഭിനയിക്കുന്നു. ഇത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ പ്രൊമോഷൻ പരിപാടി ഇല്ല, പടം വിജയിക്കുന്നോ തോക്കുന്നോ ഒന്നും ഇവനൊരു പ്രശ്നമല്ല. കാരണം ഇവൻ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം തിരിച്ചു വരുന്ന ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നു. അത് ഈ പ്രാവശ്യം തിരഞ്ഞെടുത്തിരുന്നത് ഒരു ഹൊറർ ചിത്രമാണ്, രാഹുൽ സദാശിവൻ്റെ ചിത്രമാണ്. പ്രത്യേകിച്ച് ഭൂതകാലം, ഭ്രമയുഗം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാഹുൽ നമ്മളെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. രാഹുലിൻ്റെ ചിത്രങ്ങളെല്ലാം പ്രത്യേകിച്ചൊരു വേറെ റേഞ്ചാണ്. പ്രത്യേകിച്ച് എല്ലാം ഹൊറർ ചിത്രങ്ങളാണ്. പക്ഷേ നമ്മൾ കണ്ടു കഴിഞ്ഞേ മനസ്സിലാകത്തുള്ളൂ ഇതെന്തായിരുന്നു ഉദ്ദേശിച്ചതെന്ന്. കണ്ടൻറ് ബേസ് വളരെയധികം മികച്ച രീതിയിലുള്ള ചിത്രങ്ങൾ ഒരുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ 2-3 ചിത്രങ്ങൾ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത്. ഈ DF ഇറയും ഇതിൻ്റെ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല, എന്താണെന്ന് ഒരു പിടിയില്ല. ചെറുക്കൻ്റെ ലുക്ക് അപാര ലുക്ക് തന്നെ. നമ്മൾ ഇത്രയും നാളും കാണാത്ത ഒരു പ്രണവ് മോഹൻലാലിനെ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇതൊരു ഹൊറർ ചിത്രമാണോ, പഴയ രീതിയിലാണ് ഇതിൻ്റെ പ്രേതചിത്രമാണോടി? ഞാൻ ചുമ്മാതങ്ങ് പറയുവാണ്, പ്രേതം ആരാണ്, ഇനിയും പ്രണവ് തന്നെ ഒരു പ്രേതമാണോ എന്നൊക്കെയുള്ള ഒരു സംശയത്തിൽ തന്നെയാണ്. ഇതിൻ്റെ ഓരോ ഷോട്ടും നമ്മളെ പേടിപ്പെടുത്തുന്നതാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ നമ്മളെ പേടിപ്പിക്കും. എനിക്ക് തോന്നുന്നു തിയേറ്ററിലൊക്കെ ഒരു മികച്ച എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ചിത്രമായിരിക്കാം ഈ DF ഇറ എന്നുള്ളത്. ഈ നാളെ 26 ഈ ചിത്രം ബുക്കിംഗ് തുടങ്ങുന്നത്. മികച്ച തിയേറ്ററൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് 31 ഇതിനിടയിൽ 30 ഇതിൻ്റെ ഒരു പ്രീമിയർ ഷോ നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ കൃത്യമായിട്ട് 30 ഈ ചിത്രത്തിനെ പറ്റിയുള്ള റിവ്യൂ ഒക്കെ നമുക്ക് കിട്ടും, ഉറപ്പാണ്. ഏതായാലും പ്രതീക്ഷ തെറ്റുന്നില്ല. വളരെയധികം പ്രതീക്ഷയോടാണ് എല്ലാവരും, നിരൂപകരാലും എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ രാഹുൽ സദാശിവൻ എന്ന വ്യക്തിയുടെ കഴിഞ്ഞകാല ചിത്രങ്ങളെല്ലാം നമുക്ക് നല്ലൊരു അനുഭവം നൽകിയിട്ടുണ്ട്. അതുതന്നെയാണ് ഈ ചിത്രത്തെ നമ്മൾ വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ എല്ലാം സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവരുടെ എല്ലാം പ്രൊഫൈൽ പിക്ചർ ഇതെല്ലാം മാറ്റിയിട്ടുണ്ട്. റെഡ് ആൻഡ് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അണിയറ പ്രവർത്തകരും പ്രണവ് മോഹൻലാൽ, രാഹുൽ സദാശിവൻ ഉൾപ്പെടെയുള്ളവരെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇതിനിടയിൽ നമ്മളെ ഞെട്ടിപ്പിച്ചത് എന്ന് പറയുന്നത് നമ്മുടെ മോഹൻലാലിൻ്റെ പ്രൊഫൈൽ പിക്ചറും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതും റെഡ് ആൻഡ് ബ്ലാക്ക്. മറ്റുള്ള അണിയറ പ്രവർത്തകർ മാറ്റിയേക്കുന്ന പോലെ തന്നെ ലാലേട്ടന് മാറ്റിയിരിക്കുന്നു. അത് രാഹുൽ സദാശിവനൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത് കണ്ടു കഴിഞ്ഞപ്പം പ്രേക്ഷകർക്ക് തോന്നിയൊരു സംശയം എന്ന് പറയുന്നത്, ഇതിനകത്ത് നീതി പക്ഷേ ലാലേട്ടനും ഉണ്ടോ ഒരു ചെറിയ റോളായിട്ട്? ലാലേട്ടൻ ചെറുതായിട്ടും വലുതായാലും വന്ന് കത്തിക്കും അല്ലേ? പ്രണവ് മോഹൻലാലും ലാലേട്ടനും രാഹുൽ സദാശിവത്തിൻ്റെ ചിത്രത്തിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? നമ്മൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഈ പ്രേതകഥം കണ്ട് ഞെട്ടിയിരിക്കുമ്പം ലാലേട്ടൻ്റെ ഒരു വരവും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, വളരെ മാസമായിരിക്കും അല്ലേ? തിയേറ്റർ കത്തിക്കും. എന്നാൽ ഉറപ്പിച്ചോ, വീണ്ടും ഒരു 100 കോടി ചിത്രത്തിലേക്കുള്ള ജൈത്രയാത്ര തന്നെ ആയിരിക്കാം DF ഇറ എന്ന ചിത്രം. ഏതായാലും ഉറപ്പൊന്നുമില്ല, പ്രേക്ഷകർ പങ്കുവെക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ അണിയറ പ്രവർത്തകരെല്ലാം അതിൻ്റെ പ്രൊഫൈൽ പിക്ചർ മാറ്റി, അപ്പോൾ ലാലേട്ടനും മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ലാലേട്ടൻ ഈ ചിത്രത്തിനുണ്ട് എന്നുള്ളൊരു കിംവദന്തി. ഏതായാലും അത് ആ പ്രതീക്ഷയിലാണല്ലോ എല്ലാ ചിത്രങ്ങളും നമ്മൾ പോയി കാണുന്നത്. മികച്ച ചിത്രം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. ഇതിൻ്റെ ട്രെയിലർ ഇന്ന് വന്നായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് അത് കണ്ടിട്ടൊന്നും തോന്നിയില്ല. ഇതിൻ്റെ പിക്ചറൊക്കെ കാണുകഴിഞ്ഞ് ചെറുക്കൻ്റെ ലുക്കൊക്കെ കണ്ടപ്പോൾ ഒരു രക്ഷയില്ലെന്ന് തോന്നി. അത് തന്നെയല്ല, ഈ ഇപ്പം കോപ്പിറൈറ്റിൻ്റെ കാലമാണല്ലോ, ചുമ്മാ നമ്മൾ കണ്ടെന്തിനും കോപ്പിറൈറ്റ് അടിക്കുന്നത്. അതെല്ലാം രാവിലെ ഇറങ്ങിയാണ്, മിക്കവാറും എല്ലാവരും കണ്ടു കാണും. അപ്പം എല്ലാവരും പോയി കാണുക. 31 പടം റിലീസ്. വേറെ ചിത്രങ്ങളൊന്നും പ്രത്യേകിച്ച് റിലീഫൊന്നും കാണുന്നില്ല. നവംബറിലൊന്നും അങ്ങനെ കളങ്കാവൽ എന്ന് പറഞ്ഞ ചിത്രം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം പുതിയ അപ്ഡേറ്റുമൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.